أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الحمد لله الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الذي أنزل القرآن بلسان عربي مبين ثم الصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله وأصحابه ومن استنى بسنته إلى يوم الدين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സോടെ സൂറത്തുൽ അംബിയ നമ്മൾ പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതിൻ്റെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും നമുക്ക് തൗഫീഖ് ലഭിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. ഇനി പുതിയ ഒരു സൂറത്ത് നമ്മൾ ആരംഭിക്കാൻ പോവാണ്, സൂറത്തു അൽ ഹജ്ജ്. ആദ്യം ഞാൻ അതിൻ്റെ ആദ്യത്തെ 2 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം. ശേഷം ബിഇദ്നില്ല നമുക്ക് അതിൻ്റെ പദം, അർത്ഥങ്ങളും അതുപോലെ തഫ്സീറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സംസാരിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. يا أيها الناس اتقوا ربكم
പലരും ഓതുമ്പോൾ റബ്ബക്കും എന്നാണ് കേൾക്കുന്നത്. റ അല്ല, റോ ആണ്. തഫ്ഖീബ് ചെയ്തിട്ട് അത് പറയുന്ന സമയത്തൊരു ഗാംഭീര്യം ഉണ്ട് ആ അക്ഷരത്തിന്. അതായത് വായയിൽ കുറച്ച് കാറ്റ് നിൽക്കുന്ന രൂപത്തിൽ, അതായത് ഹോ അതുപോലെ ഹോ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ തന്നെയാണ് റോ എന്നുള്ള വരേണ്ടത്. റോന് കെസറ് കിട്ടുന്ന സമയത്ത് മാത്രമാണ് അത് നോർമലായിട്ടുള്ള ര എന്നുള്ളൊരു അക്ഷരത്തിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ റിദ്വാൻ എന്നുള്ള പേര് നമ്മളാരും റിദ്വാൻ എന്ന് പറയാറില്ലല്ലോ, റി അല്ല പറയില്ല. അവിടെ എന്താ രി എന്നാണ്. അത് കെസറുള്ള സമയത്ത് അറബിയിൽ എന്താണ് ര എന്നുള്ള ഒരു അതിലേക്ക് ചേർത്ത് ആ ഒരു അക്ഷരത്തിനോട് സാമ്യമുള്ള രൂപത്തിലാണ് ഉച്ചരിക്കുക. ഫിർഔൻ അതിന് സുക്കൂനും അതിന് തൊട്ടുമുള്ള അക്ഷരത്തിന് കെസറാണെങ്കിലും അതേ വിധി തന്നെയാണ്. അതായത് ഒരക്ഷരത്തിന് കെസറ് കിട്ടി അതിന് തൊട്ട് ശേഷം റാ സുക്കൂനോട് കൂടി വരികയാണെങ്കിലും ര എന്നുള്ള അക്ഷരത്തിലാണ് പറയുക. അതാണ് ഫിർഔൻ എന്നാ പറയുക. ഖുർആൻ ഒന്ന സമയത്ത് ഫിർഔൻ അല്ല, ഫിർ അല്ല, ഫിർഔൻ. അപ്പോൾ ഇവിടെ റോ എന്നാണ്, റബ്ബക്കും എന്നല്ല പറയാം, റോ റബ്ബക്കും. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം. ഇവിടെ ഷൈഉൻ അദീം, ഷൈഉൻ എന്നുള്ള എന്താണ് തൻവീനാണ് വന്നിട്ടുള്ളത്. അതായത് എന്നുള്ള ശബ്ദം അവിടെ ഉണ്ട്. ഷൈഉൻ. ഇത് കഴിഞ്ഞ അടുത്ത അക്ഷരം എന്താ? ഐനാണ്. രണ്ടും തമ്മിൽ മഖ്റജിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നുള്ള മുമ്പിലാണ്, ആ എന്നുള്ള ബാക്കിലാണ്. അപ്പോൾ ഒന്ന് ഉച്ചരിച്ച് ആണ് അടുത്തിലേക്ക് കൊണ്ടുപോവേണ്ടത്. ക്ലിയറായിട്ട് രണ്ടും വ്യക്തമായിട്ട് കേൾക്കണം. പക്ഷേ ഈ അദീം എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അവിടെ മണിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഷെയ്ഉൻ അദീം എന്ന് ഷെയ്ഉൻ അദീം ചിലർ ഓതുന്ന സമയത്ത് സംഭവിക്കാറുള്ള മിസ്റ്റേക്കാണ്. ഷെയ്ഉൻ അദീം എന്നുള്ളത് ഷെയ്ഉൻ അദീം എന്ന് ഓതും. സ്ലോ മോഷനിൽ വെച്ചാൽ ക്ലിയറോ. ഷെയ്ഉൻ അദീം എന്നാ വരിക. അപ്പോൾ അദീം എന്നുള്ളതിൻ്റെ ഐന് മാറിയിട്ട് ന എന്നായിട്ട് മാറും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. മറിച്ച് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഷെയ്ഉൻ അദീം, രണ്ടും ക്ലിയർ ആയിട്ട് കേൾക്കുന്ന രൂപത്തിൽ. അതിനാണ് ഇദ്ഹാർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വ്യക്തമായി ഉച്ചരിച്ചിട്ട് വേണം പോകാൻ. നമ്മൾ പറഞ്ഞിരുന്നു ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ, തൊണ്ടക്കുഴിയിൽ നിന്ന് വരുന്ന, തൊണ്ടയുടെ ഭാഗത്ത് നിന്ന് വരുന്ന 6 അക്ഷരങ്ങളുണ്ട്. ഹംസ ആ എന്നുള്ളത്, അതുപോലെ തന്നെ ഐന് ആ, അതുപോലെ ഗൈന് ഗ, ഹ ഹ, ഖ ഹ. ഈ 6 അക്ഷരങ്ങൾ ബാക്കിൽ നിന്നാണ് വരുന്നത്, അതായത് തൊണ്ടൻ്റെ അവിടുന്ന്. നൂന് വരുന്ന മുമ്പിൽ നിന്നാണ്. ഷെയ് ഉൻ. അപ്പോൾ ഇവിടുന്ന് ഉച്ചരിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവെക്കാം. നേരെ മറിച്ച് ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണെങ്കിലോ ഷെയ് ഉൻ മാ, മീമാണെങ്കിലോ മീമ് തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ ചില വ്യത്യാസങ്ങളുണ്ടാവും. നിയമം ഷെയ് ഉമ്മ അവിടെ മണിച്ചുകൊണ്ടായിരിക്കും. അതിൻ്റെ ആ നൂൻ്റെ ശബ്ദം മീമിലേക്ക് മെർജ് ചെയ്തിട്ട് ഇദ്ഗാം ചെയ്തിട്ടാണ് ഉച്ചരിക്കുക. പക്ഷെ ദൂരെയുള്ള സ്ഥിതിക്ക് അവിടെ എന്ത് ചെയ്യേണ്ടത്? ഇദ്ഹാർ ചെയ്തിട്ടാണ്, അഥവാ വ്യക്തമാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പം ഷൈഉൻ അദീം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം. يوم ترونها تذهل كل مرضعة ترونها ترى ഇതും നേരത്തെ പറഞ്ഞ റോ എന്നാണ് വരേണ്ടത്. يوم ترونها تذهل كل مرضعة. നിർത്തുന്ന സമയത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ മുർദിഅത്ത് എന്നല്ല പറയാം, മുർദിഅഹ്. താ റൗണ്ടിലുള്ള താ നിർത്തുന്ന സമയത്ത് ഹ ആക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പം കുല്ലു മുർദിഅഹ്. ഹയ്യ അലസ് സ്വലാഹ് നിർത്തുകയാണെങ്കിൽ അവിടെ നിർത്തിയിട്ട് ഹയ്യ അലസ് സ്വലാത്ത് എന്ന് പറയുന്നത് തെറ്റാണ്. ഹയ്യ അലസ് സ്വലാഹ് എന്നാണ് വരിക. ഹ ആയിട്ടാണ് താ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഉച്ചരിക്കാം. ഓക്കെ.
يوم ترونها تذهل كل مرضعة تذهل كل مرضعة عما أرضعت ഇവിടെ എന്തിനാ സാധാരണയിൽ കൂടുതൽ നീട്ടിയത്? നമ്മൾ കാരണം പറഞ്ഞു, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അമ്മ അർദഅത്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണയിൽ കൂടുതൽ നീട്ടണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ അർദഅത്, അത് അങ്ങനെ തന്നെ ഉച്ചരിക്കും. അതേപോലെ തന്നെ പലർക്കും പറ്റാറുള്ളൊരു മിസ്റ്റേക്ക്, പലർക്കും നല്ല ഭൂരിഭാഗം ആളുകൾക്കും, കാരണം നമ്മൾ മദ്രസയിൽ പഠിച്ച് സ്വാദ് ലോദ് തോ ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും. ശരിക്കും ലോദ് എന്നുള്ളൊരു അക്ഷരം അറബിയിലില്ല, ലോ എന്ന് പറഞ്ഞിട്ട്, മറിച്ച് ബോ എന്നാണ്. ബോ ബോ അതായത് ദാലിലേക്കാണ് അതിന് കുറച്ചും കൂടി കണക്ഷൻ. ദ എന്നുള്ള അക്ഷരത്തിലേക്കാണ് കുറച്ചും കൂടി അതിനെന്ത് ചെയ്യുന്നത്, കണക്ഷൻ വരുന്നത്. അപ്പോൾ ശരിക്കും ഓതേണ്ട എന്താണ്? അമ്മ അർദഅത്. അർദഅത് അല്ല, അർദഅത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അർദഅത് അതായത് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ സൈഡ് ഇവിടെ അല്ലെങ്കിൽ ഇപ്പുറത്ത്, രണ്ടാലൊരു സൈഡിൽ തട്ടും. അതേപോലെ തന്നെ നാവിൻ്റെ മുൻഭാഗം മേലെ പല്ലിൻ്റെ ബാക്കിലായിട്ട് മേലെയായിട്ടുമാണ് തട്ടും. അമ്മ അർദഅത്. وتضع كل ذات حمل حملها وترى الناس سكارى. ഇവിടെ ശ്രദ്ധിക്കണം, സുക്കാറ എന്നായിരിക്കും പലപ്പോഴും നമ്മൾ وترى الناس سكارى وما هم بسكارى ഇങ്ങനെ ആയിരിക്കും പല ഓതുന്നത്. തെറ്റാണ്, സുക്കാറ എന്ന് തന്നെ വരണം. وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ഓക്കെ, ഇവിടെ ചോദ്യം, എന്തുകൊണ്ടാണ് ഷദീദ് സാധാരണയിൽ കൂടുതൽ നീട്ടിയാൽ? എന്താ കാരണം? യാവ് എന്ന സാധാരണ നീട്ടൽ എന്തായാലും ഉണ്ടാവും, കെസറിന് ശേഷം യാവ് എന്ന ഷദീ. പക്ഷെ സാധാരണയിൽ കൂടുതൽ നീട്ടണം എന്നുണ്ടെങ്കിൽ ചില കാരണങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ പറയാൻ പറ്റുമോ? അല്ല അല്ല, ഇത് കാരണം അക്ഷരല്ല. ഓക്കെ, ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാം. സാധാരണ നീട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു വിരൽ മടക്കി തുറക്കുന്ന സമയം മാത്രം, അല്ലെങ്കിൽ ബ ബി എന്ന് പറയുന്ന ഒരു സമയമാണ്. അത് സാധാരണ കെസറിന് ശേഷം യാവ് വന്നാൽ നീട്ടാം, ഫത്തഹിന് ശേഷം അലിഫ് വന്നാൽ നീട്ടാം, ബൊമ്മന് ശേഷം വാവ് വന്നാലും നീട്ടാം. പക്ഷെ അതിൽ കൂടുതൽ ബ എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ബി എന്ന് പറയണമെങ്കിൽ, ബൂ എന്ന് നീട്ടണമെങ്കിൽ രണ്ട് കാരണങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് നേരത്തെ പറഞ്ഞു, ഹംസ് വന്നാൽ, അതായത് നീട്ടാനുള്ള ബാ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ബൂ, ഇതിന് ശേഷം ഹംസ് എന്നുള്ള അക്ഷരം, അതായത് ആ എന്നുള്ള അക്ഷരം വരികയാണെങ്കിൽ അവിടെ സാധാരണയിൽ കൂടുതൽ നീട്ടണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അമ്മ അത്രയേ ഉള്ളൂ ശരിക്ക്. പക്ഷെ ആ എന്നതിന് ശേഷം വരുന്നുണ്ട്, അതിനോട് എന്ത് ചെയ്യണം? അമ്മ അർദഅത്. അതേപോലെ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഷദീദ് എന്ന് നീട്ടിയത്? വഖഫ് ചെയ്യുന്നുണ്ട്. വഖഫ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവസാനത്തെ അക്ഷരത്തിന് ശരിക്കും ഇവിടെ എന്താ ഉള്ളത്? ഷദീദുൻ എന്നല്ലേ? ഷദീദുൻ എന്നാണ്. നിർത്തുമ്പോൾ എന്താ ഉച്ചരിക്കുന്നത്? സുക്കൂനാണ്. അപ്പൊ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നാലാണ് രണ്ടാമത്തെ കാരണം നമ്മൾ പറഞ്ഞിരുന്നത്. രണ്ട് കാരണമാണ് സാധാരണയിൽ കൂടുതൽ നീട്ടാനുള്ളത്. ഒന്ന് നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന് വരിക, രണ്ടാമത്തെ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ് വരിക. അത് എന്താണ് ഖുർആനിൽ ഉള്ളത് എന്നുള്ളതല്ല, അതിന് എന്ത് അക്ഷരമാണ് ഉള്ളതെന്നല്ല. നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്താവും? സുക്കൂനായിട്ട് വരും. അവിടെ ബൊമ്മാണെങ്കിലും ഫത്ത് ആണെങ്കിലും കെസറാണെങ്കിലും തൻവീനാണെങ്കിലും ഒക്കെ അത് എന്ത് ചെയ്യും? സുക്കൂനായിട്ട് മാറും. അപ്പം എന്ത് ചെയ്യും? സാധാരണയിൽ കൂടുതൽ നീട്ടും. അതുകൊണ്ടാണ് ഏത് സൂറത്ത് എടുത്ത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്,
അത്ര ആരും നിർത്തല്ലല്ലോ. എന്താ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അത് നേരം അത് തൊട്ടുമുള്ള സൂറത്താണെങ്കിലും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അവിടെ നീട്ടാനില്ല. അവസാനത്തെ ഒരു സുക്കൂനുണ്ട്, പക്ഷെ നീട്ടാനില്ല, അതുകൊണ്ട് നീട്ടാൻ പറ്റൂല. അപ്പോൾ അവസാനത്തെ അക്ഷരത്തിൻ്റെ തൊട്ടുമ്പ് സുക്കൂനാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിർത്തുമ്പോൾ എന്ത് ചെയ്യും, അവിടെ സുക്കൂനായിട്ട് മാറും. അപ്പം എന്ത് ചെയ്യാം, നീട്ടിയിട്ട് ഉച്ചരിക്കാം. അതാണ് ഇവിടെയും കാരണം. ഷദീദ് അടുത്ത ആയത്തിൽ കാണുന്നത്, മരീദ് ആദ്യത്തെ ആയത്തിൽ അദീം, ഇതൊക്കെ ആ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, നീട്ടുന്നത്. ഓക്കെ, ഇനി സൂറത്തുൽ ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്താണ് ഇസ്ലാമിലെ അതിലെ 5 പ്രധാനപ്പെട്ട കർമ്മങ്ങൾ. ഇസ്ലാമിലെ അതിലെ പഞ്ചസ്തംഭങ്ങളിൽ 5-ാമത്തേതാണ് ഹജ്ജ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതഅ സബീല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ആദ്യ കാലഘട്ടം മുതലുള്ള പ്രവാചകന്മാർ മുതൽക്ക് തന്നെ ഹജ്ജ് നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നും, അതല്ല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മലക്കുകൾ ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു എന്നും ഒക്കെ പല റിവായത്തുകൾ കാണാം. ചിലത് ദുർബലാണ്, ചിലത് സ്വഹീഹായിട്ടുള്ളതൊക്കെ കാണാം. ഏതായിരുന്നാലും ചില പ്രവാചകന്മാർ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പേരെടുത്ത് പറഞ്ഞ നബിമാരുണ്ട്. നോർമ ശരിയാണെങ്കിൽ 4 നബിമാരാണ്. ഒന്ന് യൂനുസ് നബിയും അതുപോലെ സോലിഹ് നബി, അങ്ങനെ 4 നബിമാരുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊന്നും എന്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രം നിർബന്ധമാക്കപ്പെട്ട കർമ്മങ്ങളല്ല. നമസ്കാരമായാലും നോമ്പായാലും ഹജ്ജായാലും സ്വതക്കകളായാലും ഒക്കെ മുൻകാലഘട്ടങ്ങളിലുള്ള അമ്പിയാക്കളുടെ ഉമ്മത്തുകൾക്കും നിർബന്ധമായിരുന്ന കർമ്മങ്ങൾ തന്നെയാണ്. പക്ഷെ അതിൻ്റെ രൂപത്തിൽ എന്തുണ്ടാവും, വ്യത്യാസങ്ങളുണ്ടാവും. നമ്മളെ നിസ്കാരം പോലെ ആയിരിക്കില്ല അവരുടെ നിസ്കാരം. അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യില്ല, കറക്റ്റ് അറിയാൻ ഉള്ള സ്രോതസ്സുകൾ ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി സൂറത്തുകൾ. ഇപ്പോൾ സൂറത്തുൽ ഹജ്ജ് എന്ന് ഈ സൂറത്തിന് പേര് വരാൻ കാരണം എന്താ? ഈ സൂറത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഭൂരിഭാഗം സൂറത്തുകളും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ പേര് വരെയാണ്. ഇപ്പോൾ സൂറത്തുൽ ബഖറയ്ക്ക് ആ പേര് വരാൻ കാരണം അതിലൊരു പശുവിൻ്റെ കഥ പറയുന്നുണ്ട്. ഏതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ഒരു എന്ത് കളറാണ്, ഏത് സൈസാണ്, ഏത് പ്രായമാണെന്നൊക്കെ ചോദിക്കുന്ന ഒരു സംഭവം ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയ്ക്ക് ആ പേര് വന്നത്. സൂറത്ത് ആലു ഇമ്രാനിൽ ഇമ്രാൻ കുടുംബത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ആദ്യം തന്നെ. മറിയം ബീവിയുടെ ചരിത്രമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിന് ആ പേര് വരാൻ കാരണം ഹജ്ജുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതെ അതെ, ഹജ്ജിലും സൂറത്തുൽ നിസായിലും സൂറത്തുൽ ഹജ്ജിലും തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ. 2 സൂറത്തുകൾ മാത്രമാണ്. അതെ, ഇല്ല ബാക്കിയുള്ള സൂറത്തിൽ തുടങ്ങുന്നില്ല. ചില സൂറത്തുകളുടെ സെൻറ്ററിലൊക്കെ വരുന്നുണ്ട്. തുടക്കത്തിലുള്ള ഈ 2 സൂറത്തുകളാണ്. ബാറക്കല്ലാഹു ഫീക്. പിന്നെ ഈ സൂറത്തിന് പ്രത്യേകം വേറെ പേരുകളൊന്നും അറിയപ്പെട്ടിട്ടില്ല. ഈ ഒരു പേര് മാത്രമാണ് സൂറത്തുൽ ഹജ്ജിന് അറിയപ്പെട്ടത്. എന്നാൽ കൂടുതൽ സൂറത്തുകൾക്കും ഒറ്റ പേരാണുള്ളത്, കൂടുതൽ പേരുകളാണുള്ളത്. ഏതായിരിക്കും? ഇപ്പോൾ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. എല്ലാ സൂറത്തിനും ഒറ്റ പേര് മാത്രമാണുള്ളത്? അല്ല, നല്ലൊരു ശതമാനം സൂറത്തുകൾക്ക് എന്തുണ്ട്, ഒന്നിലധികം പേരുകളുണ്ട്. ഒന്നിലധികം പേരുകൾ എന്ന് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ 2 സൂറത്തുകൾക്ക് കൂടി ഒരു പേര് പറയുന്ന അവസരങ്ങളുണ്ട്. ഉദാഹരണത്തിന് സഹ്റാവാൻ എന്നുള്ള 2 സൂറത്തുകൾക്ക് പറയുന്ന ഏതൊക്കെയാ? സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും. മുഅവ്വിദതാൻ ഏതൊക്കെയാ? സൂറത്തുൽ നാസും ഫലഖും. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസും കൂടി അതിലേക്ക് ചേർന്നു. ഹവാമീം എന്ന് പറയും. ഹാമീം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്, 7 സൂറത്തുകൾ. ഇതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് ഹവാമീം. അതുപോലെ തോസീൻ എന്ന് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. മൊത്തത്തിൽ അതിനെ തൊവാസീൻ എന്ന പേരിൽ അറിയപ്പെടും. അപ്പം ഇങ്ങനെ വ്യത്യസ്ത പേരുകൾ, പിന്നെ ചിലത് 2 സൂറത്തുകൾക്ക് ഒന്നിച്ച്, ചിലത് 7 സൂറത്തുകൾ, ചിലത് അതിലും കൂടുതലുള്ള, ഇങ്ങനെ. അതെ, കുറേ സൂറത്തുകളുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിന് കുറേ ഉണ്ട്, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് കുറേ ഉണ്ട്, സൂറത്ത് മുഹമ്മദിന് സൂറത്തുൽ ഖിതാൽ എന്നുള്ള പേരിൽ അങ്ങനെ കുറേ സൂറത്തുകൾക്ക് എന്തുണ്ട്, ഒന്നിലധികം
പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഹജ്ജിന് എന്തേ ഉള്ളൂ, ഒറ്റ പേര് മാത്രമേ ആ വിഷയത്തിൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇനി സൂറത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ബിസ്മി ചൊല്ലിയിട്ടാണ് ആരംഭിക്കുന്നത്. ബിസ്മിയെ സംബന്ധിച്ചിടത്തോളം അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ എടുത്തിട്ട് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണാം അമാനി മൗലവി വിശദമായിട്ട് പറയുന്നുണ്ട്, ബിസ്മി എന്ന് പറയുന്നത് ഖുർആനിലൊരായത്താണോ അല്ലേ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, 4 അഭിപ്രായങ്ങളാണ് പ്രധാനമായിട്ടും ആ വിഷയത്തിലുള്ളത്. ഒന്ന്, എല്ലാ സൂറത്തുകളിലെയും 1-ാമത്തെ ആയത്താണ് ബിസ്മി എന്നുള്ളതാണ് ഒരു അഭിപ്രായം. സൂറത്തു അത്തൗബ, തൗബ ഒഴികെയുള്ള 113 സൂറത്തുകളിലും എന്താണ്, ബിസ്മി 1-ാമത്തെ ആയത്താണ് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. രണ്ടാമത്തെ ഒരു അഭിപ്രായം, സൂറത്തുൽ ഫാത്തിഹയിലെ 1-ാമത്തെ ആയത്താണ്, സൂറത്തുൽ നംലിലെ 30-ാമത്തെ ആയത്തിലുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കത്തയക്കുന്ന സമയത്ത് അവിടെ പറയുന്നു ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാക്കിയുള്ള സൂറത്തുകളിലൊന്നും എന്തല്ല, ബിസ്മി ആയത്തല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം, സൂറത്തുൽ നംലിൽ മാത്രമാണ് എന്ത് ബിസ്മി ആയത്തായിട്ടുള്ള, സൂറത്തുൽ ഫാത്തിഹയിലും ബിസ്മി ആയത്തല്ല എന്നുള്ളത്. നാലാമത്തെ, ബിസ്മിയെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ സൂറത്തിലെ ആയത്തല്ല, മറിച്ച് ഓരോ സൂറത്തും ഇറക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തുടക്കത്തിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആയത്താക്കിയിട്ട് ഇറക്കിയിട്ടുള്ളതാണ് ബിസ്മി എന്നുള്ളൊരു അഭിപ്രായവും കാണാൻ സാധിക്കും. ഇതിൽ 4 പക്ഷത്തിനും സ്വഹാബിമാർ മുതൽക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഇതാണ് ശരി എന്നുള്ള രൂപത്തിലൊക്കെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ ഒന്നെടുത്ത് വായിച്ചാൽ, അതിൻ്റെ സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ തഫ്സീർ ഒന്നെടുത്ത് വായിച്ചാൽ ഒരുപാട് അറിവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ചില ചർച്ചകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എന്താണ് സൂചിപ്പിച്ചതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ സൂറത്തുകൾ മക്കി ആയിട്ടുള്ള മദനി ആയിട്ടുള്ള ഉണ്ടെന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. എന്താണ് മക്കയിൽ അവതരിച്ചതിനെ മക്കി എന്ന് പറയും, മദീനയിൽ അവതരിച്ചതിനെ മദനി എന്ന് പറയും. ശരിയാണോ? അല്ല, അതിനേക്കാൾ ആ രൂപത്തിലുള്ള അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷെ അതിനേക്കാൾ ശരിയായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറക്ക് മുമ്പ് അവതരിച്ചതൊക്കെ മക്കി ആയിട്ടുള്ള സൂറത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയതിന് ശേഷം മക്കത്തേക്ക് തിരിച്ചു വന്നിക്കണമല്ലോ. പക്ഷെ തിരിച്ചു വരുമ്പോൾ മക്കത്ത് വെച്ച് അവതരിച്ചതാണെങ്കിലും അതെന്താണ്, മദനി ആയിട്ടുള്ള സൂറത്താണ് അറിയപ്പെടുക. അപ്പോൾ ഹിജറയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, വേർതിരിക്കുന്നത്. ഹിജറക്ക് മുമ്പാണെങ്കിൽ മക്കി, ഹിജറക്ക് ശേഷമാണെങ്കിൽ മദനി ആയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ മക്കി ആയിട്ടുള്ള സൂറത്തും അതുപോലെ മദനി ആയിട്ടുള്ള സൂറത്തും മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഉലൂമുൽ ഖുർആനിൽ കുറേ നേട്ടങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ ചില ആയത്തുകൾ ഇറങ്ങിയത്, 2 ആയത്തുകൾ എടുത്തു, ഒന്നിന് വിരുദ്ധമായിട്ടാണ് മറ്റത് എന്നൊക്കെ പ്രത്യക്ഷത്തിൽ തോന്നുകയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ഇത് മക്കിയാണോ മദനിയാണോ എന്നാണ്. ഒന്ന് മക്കിയായിട്ടുള്ള ആയത്തും ഒന്ന് മദനിയായിട്ടുള്ളതാണ്, ഈ ചോദ്യം അവിടെ തീർന്നു. കാരണം എന്താ, മദനിയായിട്ടുള്ള ആയത്താണ് അവസാനം വന്ന്. അപ്പം എന്താണ്, ആദ്യം പറഞ്ഞ ഹുക്കുമിനെ അതെന്ത് ചെയ്യും, നെസ്ഖ് ചെയ്യും, അതിനെ ദുർബലപ്പെടുത്തും. ഇപ്പം കള്ളിൻ്റെ വിഷയത്തിലൊക്കെ ആദ്യം വന്ന ആയത്ത് എന്താ, ആദ്യം വന്ന ഒരൊറ്റ ആയത്തിൽ നിർത്തിയേക്കാണോ? അല്ല, ആദ്യം അതിനെ ലഘൂകരിച്ചുകൊണ്ട് പറഞ്ഞ് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ സമീപിക്കരുത്. സൂറത്തുൽ നിസായിൽ പറഞ്ഞു ലാ തഖറബു സ്വലാത്ത വ അൻതും സുകാറ. അങ്ങനെ വന്ന് അവസാനം പറഞ്ഞു ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് വരുന്നവരെ. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നാണ്ട് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കുന്ന സമയത്തല്ലേ കള്ളുടിക്കാതിരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഖുർആനിലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഖുർആനിലുണ്ട്, ശരിയാണ്. പക്ഷെ ആ നിയമം എന്ത് ചെയ്തിട്ടുണ്ട്, ദുർബലപ്പെട്ടിട്ടുണ്ട് അതിനുശേഷമുള്ള ആയത്തുകൾ വന്നത് പ്രകാരം. അപ്പോൾ ആ രൂപത്തിൽ ഏതാണ് അവസാനമായി ഇറങ്ങിയിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള എന്നൊന്നും നിലനിൽക്കുന്ന നിയമം അറിയുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തുണ്ട്, മക്കിയായിട്ടുള്ള സൂറത്തും മദനി ആയിട്ടുള്ള സൂറത്തുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇനി അതിൻ്റെ സംസാരങ്ങളിലും മക്കിയായിട്ടുള്ള സൂറത്ത് സംസാരിക്കുന്ന വിഷയങ്ങളും മദനിയായിട്ടുള്ള സൂറത്തിൽ വരുന്ന വിഷയങ്ങളും തമ്മിലും വലിയ വ്യത്യാസങ്ങൾ കാണാം. എന്താണ്, മക്കിയായിട്ടുള്ള സൂറത്ത് അഥവാ ഹിജ്റക്ക് മുമ്പ് അവതരിക്കപ്പെട്ട സൂറത്തുകൾ ആരെയാണ് പ്രധാനമായിട്ടും അഡ്രസ്സ് ചെയ്യുന്നത്, മക്കയിലെ മുശ്രിക്കീങ്ങളെയാണ്. അപ്പോൾ അവരോട് സംസാരിക്കുന്നത് ഈമാൻ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും, അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാ, അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ച്, മരണശേഷമുള്ള ജീവിതത്തെ, മരണത്തെക്കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ചൊക്കെ ആയിരിക്കും എന്ത്
മക്കിയായിട്ടുള്ള സൂറത്തിൽ ഭൂരിഭാഗവും സംസാരിക്കുന്നു. എന്നാൽ മദനിയായിട്ടുള്ള സൂറത്തുകൾ അങ്ങനെയല്ല. മദനിയായിട്ടുള്ള സൂറത്തുകൾ കൂടുതലും കാണാൻ സാധിക്കുന്ന എന്തായിരിക്കും? ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ചായിരിക്കും, അഥവാ കർമ്മങ്ങളെക്കുറിച്ചായിരിക്കും. നമസ്കാരത്തെക്കുറിച്ച്, ഹജ്ജിനെക്കുറിച്ച്, സ്വതക്കയെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും പിന്നെ നോമ്പിനെക്കുറിച്ചൊക്കെ പറയുന്ന എന്തായിരിക്കും? മദനിയായിട്ടുള്ള സൂറത്തിലായിരിക്കും. കാരണം എന്താ? ഇതിലൊക്കെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. സംസാരിച്ച് തുടങ്ങേണ്ടത് എവിടുന്ന? തൗഹീദ് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളൊക്കെ പറഞ്ഞിട്ട് നിസ്കാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നെ തൗഹീദ് ശരിയാക്കുക എന്നുള്ളത് ശരിയല്ല. തൗഹീദ് ശരിയായാലേ ബാക്കിയുള്ളത് ശരിയാവുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന മാതൃക. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ കുറിച്ചാണ്, ഈമാൻ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. പിന്നെയാണ് കർമ്മങ്ങളിലേക്കും അതുപോലെയുള്ള മറ്റുള്ള മുആമലാത്തുകളിലേക്കും, കച്ചവടവുമായി ബന്ധപ്പെട്ടും പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇതൊക്കെ വരുന്ന എവിടെയാണ്? മദനിയായിട്ടുള്ള സൂറത്തുകളുമായി ബന്ധപ്പെട്ട ആദ്യം റെഡിയാക്കേണ്ടതാണ് ഒരാളുടെ വിശ്വാസമാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതിലും തന്നെ ചില സൂചനകൾ, ഇപ്പോൾ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന തുടങ്ങുന്ന സൂറത്തുകളൊക്കെ മക്കിയായിട്ടുള്ള സൂറത്തായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വസ്സമായി, അതുപോലെ വത്തീനി വസ്സൈതൂനി, ഇതൊക്കെ എന്താണ്? സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്ന. സത്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ആവശ്യമായിട്ട് വരുന്ന എവിടെയാണ്? നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടാവുമ്പോഴാണ്. ഒരു കാര്യം നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അവരോട് ഇത് ഉറപ്പായിട്ടും ഇങ്ങനെയാണ് എന്ന് പറയേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ സത്യം ചെയ്ത് പറയുന്നത് എവിടെയാണ്? മക്ക മുശ്രിക്കുകളോട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന സൂറത്തുകൾ, അഥവാ മക്കിയായിട്ടുള്ള സൂറത്തുകളിലാണ് നമുക്ക് ഭൂരിഭാഗവും കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ കെല്ല എന്നുള്ള പദം അത് വന്നിട്ടുള്ളിടത്തോളമൊക്കെ ഏതിലാണ്? മക്കിയായിട്ടുള്ള സൂറത്തിലാണ്. അതും ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ല കേട്ടോ, അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയത്താണ്. അതിലേക്കുള്ള ഒരു ഡൈവേർഷനാണ്. ആ ഒരു പദവും നമുക്ക് കാണാൻ സാധിക്കുന്ന എവിടെയാണ്? മക്കിയായിട്ടുള്ള സൂറത്തിലാണ്. അതുപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനു, ഇതെവിടെ ആയിരിക്കും? വിഷയങ്ങൾ കൂടെ ആഡ് ചെയ്യാനുള്ളത്. അതുപോലെ സജദകളുള്ള സൂറത്തുകൾ, സജദകളുള്ളതൊക്കെ ഏതാണ്? മക്കിയായിട്ടുള്ള സൂറത്തുകളിലാണ്. മദനിയായിട്ടുള്ള സൂറത്തുകളിൽ സജദകൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അമ്പിയാക്കളുടെ കഥകൾ, ചരിത്രങ്ങൾ പറയുന്ന ഭൂരിഭാഗം സൂറത്തുകളും, സൂറത്തുൽ ബഖറ ഒഴികെയുള്ള സൂറത്തുകൾ, അല്ലെങ്കിൽ സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും ഒഴികെയുള്ള സൂറത്തുകളൊക്കെ എന്താണ്? മക്കിയായിട്ടുള്ള സൂറത്തുകളാണ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അലിഫ് ലാം മീം, അതുപോലെ ഹാമീം, തോസീൻ തുടങ്ങിയ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ, സൂറത്തു ബഖറയും ആലു ഇമ്രാനും ഒഴികെയുള്ള എല്ലാ സൂറത്തുകളും മക്കിയായിട്ടുള്ള സൂറത്തുകളാണ്. ഇനി അതിലുള്ള വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. അള്ളാഹുവിലേക്കുള്ള ക്ഷണം, അതുപോലെ പിന്നെ പരലോകം, മരണം, അതുപോലെ തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം, നബിമാരുടെ വിശ്വാസം, വേദഗ്രന്ഥത്തിലുള്ള വിശ്വാസം തുടങ്ങി ഈമാൻ കാര്യങ്ങളായിരിക്കും അതിലെ പ്രധാന വിഷയങ്ങൾ എന്നും നമ്മൾ സൂചിപ്പിച്ചു. ഇനി മദനിയായിട്ടുള്ള സൂറത്തുകളുടെ പ്രത്യേകതകൾ ഒന്നും കൂടി അതിലേക്ക് ആഡ് ചെയ്യാനുള്ള വിഷയങ്ങൾ. ഒന്ന്, മുനാഫിഖീങ്ങളുടെ വിഷയങ്ങൾ വരുന്നുണ്ടോ? അത് മദനിയായിട്ടുള്ള സൂറത്തായിരിക്കും. കാരണം എന്താ? മക്കയിൽ മുനാഫിഖീങ്ങളില്ല, മദീനയിലുമ്പോഴാണല്ലേ. യഹൂദികളും നസ്രാനികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ അതും മദനിയായിട്ടുള്ള സൂറത്തും. യാ അഹ്ലൽ കിതാബ് എന്ന് അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മദനിയായിട്ടുള്ള സൂറത്തായിരിക്കും. കാരണം മദീനയിലാണ് അവർ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇബാദത്തുകൾ, ഇടപാടുകൾ, അതുപോലെ തന്നെ ഹദ്ദുകൾ. ഹദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ശിക്ഷ, നിയമങ്ങൾ. അതുപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിവാഹം, അതുപോലെ തൊലാഖ്, പിന്നെ ഇദ്ദ പോലുള്ള വിഷയങ്ങൾ വരുന്നത്, മീറാത്ത് അനന്തരാവകാശം, ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സാമൂഹികമായ ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്, ഇതൊക്കെ എവിടെ ഉണ്ടാവുക? മദനിയായിട്ടുള്ള സൂറത്തുകളാണ്. ഇതൊക്കെ അവിടെ നിന്നാണ് ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത്. ഒരു ഇസ്ലാമിക രാഷ്ട്രം അവിടെ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അവർ തമ്മിലുള്ള ഇടപാടുകളൊക്കെ പിന്നെയാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞതൊക്കെയാണ്. അത് ഏതൊരു തഫ്സീറും തുടങ്ങുന്നതിന് മുമ്പ് ഉലൂമുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ്റെ തഫ്സീർ പഠിക്കുമ്പം നമ്മൾ അതിന് മുമ്പ് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അത് മനസ്സിലാക്കി വെക്കുമ്പം ഇത് പഠിക്കുമ്പോൾ കുറേ സാധനങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യും, കുറേ കാര്യങ്ങൾ ഈസി ആവും. അതുകൊണ്ടാണ് ഉലൂമുൽ ഖുർആൻ എന്നുള്ളൊരു പ്രത്യേക വിഷയം തന്നെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഒന്നാമത്തെ ആയത്തിലേക്ക് വരാം. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും. തഖ്വ, യാ അയ്യുഹ എന്നുള്ളത് വിളിയുടെ നിദാഇൻ്റെ രൂപമാണ്. അറബി ഭാഷയിൽ വിളിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പദമാണ് യാ അയ്യുഹ എന്നുള്ളത്. അന്നാസ്
മനുഷ്യരെ, മൊത്തം മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പുള്ള സൂറത്തുകൾ ഹിദായത്തുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അടുത്ത സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുക അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം. ഇത്തഖൂ എന്നുള്ളത് ഏത് പദത്തിൽ നിന്നാണ് വരുന്നത്? തഖ്വ. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? എന്താണ്? സൂക്ഷ്മത, ഭയഭക്തി എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും ഈ പദം വരുന്നത് എവിടെ നിന്നറിയോ? വഖ എന്നുള്ള പദത്തിൽ നിന്നാണ്. ഏത്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്ന് വരുന്നുണ്ടല്ലോ. ഈ ഖൂ എന്നുള്ള പദം വഖ എന്നുള്ളത് വരുന്ന അതിന് വരുന്നതാണ് ഇത്തഖൂ എന്നുള്ളതൊക്കെ. വഖ എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളതാണ്. യാ അയ്യുഹന്നാസു യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണം, കാത്ത് രക്ഷിക്കണം എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. ഇതിൽ നിന്ന് വരുന്നതാണ് തഖ്വ എന്നുള്ള പദം. അതുപോലെ ഇത്തഖൂ എന്നുള്ള പദമൊക്കെ അതിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഇത്തഖൂ എന്താ അർത്ഥം? നിങ്ങൾ സൂക്ഷിക്കണം. റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രക്ഷിതാവ്. മലയാളത്തിലെ അർത്ഥം നമ്മളതിന് വിശദമായിട്ട് അതിൽ ഉൾക്കൊള്ളുന്ന 3 അർത്ഥങ്ങൾ സൂചിപ്പിച്ചിരുന്നു, ഓർമ്മ ഉണ്ടാക്കിയിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് റബ്ബ് എന്ന് പറയുമ്പം അതിൽ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു. ആരാ പറയാ? ഖൽഖ്, മുൽക്ക്, തദ്ബീർ. അഥവാ അള്ളാഹു റബ്ബാണ് എന്ന് പറയുമ്പം അള്ളാഹു ആണ് ഖാലിഖ്, അള്ളാഹു ആണ് സൃഷ്ടിച്ചവൻ, സൃഷ്ടാവ് അള്ളാഹു ആണ് എന്ന് അതിലുണ്ട്. രണ്ടാമത്തെ അള്ളാഹു ആണ് മാലിക്, അള്ളാഹു ആണ് എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നവൻ എന്ന് അതിലുണ്ട്. മൂന്നാമത്തെ അൽ മുദബ്ബിർ, മുഴുവൻ നിയന്ത്രിക്കുന്നവനും അള്ളാഹു ആണ്. അപ്പോൾ റബ്ബ് എന്ന് പറയുമ്പം സൃഷ്ടിച്ചവനും, റബ്ബക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയുമ്പം നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങളെ ഉടമപ്പെടുത്തുകയും നിങ്ങളെ നിയന്ത്രിക്കുന്നവനുമായ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും. എന്തിനാണ് സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നത്? അതിൻ്റെ ശേഷം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ഇന്ന, തീർച്ചയായും, സൽസല, സൽസല എന്ന് പറഞ്ഞാൽ തഹ്രീഖുൽ അർദ് അഥവാ പ്രകമ്പനം കൊള്ളുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്സാ, സാ എന്ന് പറഞ്ഞാൽ ഒരു സമയം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഖുർആനിൽ അതെന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. സൽസലത സാഅതി, ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടുള്ള ഭൂമിയുടെ പ്രകമ്പനം. ഷൈഉൻ അദീമുൻ, ഷൈഉൻ ഒരു കാര്യമാണത്. അദീമുൻ, വമ്പിച്ച ഭയങ്കരമായ ഒരു വിഷയം തന്നെയാണത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. യൗമ, ഇനി ആ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ആ ഒരു ദിവസത്തെക്കുറിച്ച് ഒന്നും കൂടി വിശദീകരിക്കാം. എന്താണ് വമ്പിച്ച കാര്യമാണ്, ഭയങ്കര വിഷയമാണെന്ന് പറയാൻ കാരണം? യൗമ, ആ ദിവസം, തറൗനഹ, അതിനെ നിങ്ങൾ കാണും. തറ, നീ കാണുന്നു. തറൗന, നിങ്ങൾ കാണുന്നുഹ, അതിനെ. തദ്ഹലു, ദഹല എന്ന് പറഞ്ഞാൽ അശ്രദ്ധ കാണിച്ചു എന്നർത്ഥം. തദ്ഹലു, അശ്രദ്ധ കാണിച്ചു. കുല്ലു മുർദിഅത്തിൻ, കുല്ലു എന്ന് പറഞ്ഞാൽ എല്ലാ. മുർദിഅത്തുൻ എന്താണ്? മുല കൊടുക്കുന്ന സ്ത്രീ എന്നാണ് അർത്ഥം. മുർദിഅത്തുൻ എന്ന് പറഞ്ഞാൽ അർദഅ എന്നുള്ള പദത്തിൽ നിന്നാണ് അത് വരുന്നത്. റദഅത്ത് എന്നുള്ളതൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ ഈ പദത്തിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ മുഅ്മിനുൻ എന്ന് പറഞ്ഞാൽ എന്താ? സത്യവിശ്വാസി. സ്ത്രീ ആണെങ്കിൽ എന്താ പറയാ? മുഅ്മിനത്തുൻ, താഴെയുല്ലേ. മുസ്ലിമുൻ, മുസ്ലിമത്തുൻ. ഖാനിതുൻ, ഖാനിതത്തുൻ, ഇങ്ങനെ പറയാം. പക്ഷേ ഗർഭം ധരിക്കുന്നത് പുരുഷന്മാരുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഹാമിലുൻ എന്ന് പറയുമ്പോഴും അത് സ്ത്രീയെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. അവിടെ താഴെയേണ്ട ആവശ്യമില്ല. ഹാമിലത്തുൻ എന്ന് പറയേണ്ടതില്ല. ഹാമിലുൻ എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്? സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. സ്ത്രീകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഗർഭം ധരിക്കുന്നു. അതെ, ഇബ്നുൻ, ഇബ്നത്തുൻ. ഇബ്നുൻ ആൺകുട്ടി, ഇബ്നത്തുൻ പെൺകുട്ടി. മുസ്ലിമുൻ, മുസ്ലിമത്തുൻ, മുഅ്മിനുൻ, മുഅ്മിനത്തുൻ, ഇതൊക്കെ എന്തുണ്ട്? ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഉണ്ട്. പക്ഷെ ഇത് സ്ത്രീകളിൽ മാത്രമുള്ളതാണ്. ഉണ്ട്.
മുശ്രിക്കുൻ മുശ്രിക്കത്തുൻ ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ. മുശ്രിക്കുൻ മുശ്രിക്കത്തുൻ, അതുപോലെ മുനാഫിഖുൻ മുനാഫിഖത്തുൻ ഒക്കെ ഉണ്ട്. ഹാമിലുൻ എന്നുള്ളത് ആർക്കും അറിയാം, സ്ത്രീകൾക്ക് ആണ് ഹാമിലു എന്ന് പറയാം. എന്നാൽ പുരുഷന്മാരെ കുറിച്ച് ഒരു കാര്യം ഇങ്ങനെ താങ്ങി നടക്കുകയാണെങ്കിൽ അവരെ കുറിച്ച് ഹാമിലു എന്ന് പറയാം. പക്ഷെ ഗർഭം ധരിക്കുന്നവൻ എന്ന അർത്ഥം അവിടെ വരില്ല ഹാമിലു എന്ന് പറയുമ്പോൾ. എന്താ സ്ത്രീകളെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് മുർദിഉൻ എന്നും സ്ത്രീകളെ കുറിച്ച് സാധാരണ ഉപയോഗിക്കപ്പെടാറുള്ളൊരു പദമാണ് മുർദിഉൻ. എന്താർത്ഥം? മുല കൊടുക്കുന്നവൾ, പാല് കൊടുക്കുന്നവൾ എന്നർത്ഥം സ്ത്രീയെ കുറിച്ചാണ്. പക്ഷെ ഇവിടെ മുർദിഅത്തുൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ അതിനെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇവിടെ അത് പറയാൻ കാരണം പാല് കൊടുക്കുന്നവൾ എന്ന അർത്ഥത്തിൽ മുർദിഉൻ എന്ന പദം അറബി ഭാഷയിൽ സ്ത്രീകളെ കുറിച്ച് സാധാരണ ഉപയോഗിക്കാറുള്ളതാണ്. പക്ഷെ ഇവിടെ മുർദിഅത്തുൻ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് മുർദിഅത്തിൻ, അത് ആ സാഹചര്യത്തിൽ വരുന്നതാണ്. മർഫുവായിട്ട് അതും മുർദിഅത്തുൻ എന്ന അറബി ഭാഷയിൽ ഏത് വേർഡും പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാം? ബൈത്തുൻ, ബൈത്തിൻ എന്ന് വന്നല്ല, പിന്നെ ഈ ആയത്തിൽ വന്ന ഒരു അർത്ഥത്തിലല്ലേ പറയുന്നത്. ഓക്കെ, അപ്പോൾ മുർദിഅത്തുൻ എന്നുള്ള പദം ഇവിടെ ഉപയോഗിക്കാൻ കാരണം മുർദിഅത്തിൻ എന്നുള്ള കുല്ല് എന്നുള്ള പദം അതിന് മുമ്പ് വന്നതുകൊണ്ട് മുർദിഅത്തിൻ എന്നായിട്ട് വന്നു. അപ്പോൾ ആ പദം ഉപയോഗിക്കാൻ കാരണം ഇത് ആ ഒരു സാഹചര്യത്തിൽ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. അല്ല എന്നുണ്ടെങ്കിൽ എന്താ, മുർദിഉൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും അതിൽ ഉൾപ്പെട്ടു. പക്ഷെ ഇവിടെ മുർദിഅത്തുൻ എന്ന് പറയുമ്പോൾ അമ്മ അർദഅത്ത് എന്നും കൂടി വായിക്കുമ്പോൾ അത് ചേർത്ത് വായിക്കുമ്പോഴാണ് ക്ലിയർ ആവും. അമ്മ, അമ്മ എന്നുള്ള ശരിക്കും എന്താ, അൻ പ്ലസ് മാ എന്നാണ്. അൻ എന്നുള്ള പദം എന്താ, അൻ എന്ന് പറഞ്ഞാൽ കുറിച്ച് എന്നർത്ഥം, എബൌട്ട്. മാ ഒരു കാര്യം. ഓക്കെ, അൻ പ്ലസ് മാ, ഇതാണ് ശരിക്കും അമ്മയതസാഅലൂൻ എന്നുള്ളത്. ഇവിടെയും തജ്വീദിന്റെ നിയമമാണ് ശരിക്കും അത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അൻ നൂന് മുമ്പിലാണ്, മാ മാ എവിടെയാണ്? ചുണ്ടിലാണ്, രണ്ടും തൊട്ടടുത്താണ്. അപ്പൊ ഇതെന്ത് ചെയ്യും? അമ്മ. അതാണ് ഈ അമ്മ എന്നായിട്ട് പറയുന്നത്. അമ്മയതസാഅലൂൻ, ഏതൊരു വൃത്താന്തത്തെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത് എന്നാണ് അർത്ഥം. അമ്മ എന്നുള്ള അൻ മാ എന്നാണ്. അതന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അമ്മ, അമ്മ അർദഅത്ത്, അവൾ പാല് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കുറിച്ച് പോലും ആ പാല് കൊടുക്കുന്ന സ്ത്രീ എന്ത് ചെയ്യും? അശ്രദ്ധയിലാകുന്ന സമയമാണ്. ഇവിടെ കുല്ല് എന്നുള്ള പദത്തിനും വളരെ ഗൗരവമുണ്ട്. ഏതെങ്കിലും ഒരു പെണ്ണ് എന്ന അർത്ഥത്തിലല്ല. അങ്ങനെ പാല് കൊടുക്കുന്ന എല്ലാ പെണ്ണുങ്ങളും അശ്രദ്ധയിലാകുമാറ് ഭയങ്കരമായ ദിവസമാണത് എന്നാണ് അർത്ഥം. തദഉ എന്നുള്ളത് വദഅ എന്നുള്ള പദത്തിൽ നിന്ന് വരും, ഇട്ടു എന്നാണ് അർത്ഥം. പക്ഷെ സ്ത്രീകളെ കുറിച്ച് അതുപോലെ ഗർഭവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നിടത്ത് തദഉ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക എന്നർത്ഥം. അപ്പോൾ ഇവിടെ തദഉ പ്രസവിച്ചു അല്ലെങ്കിൽ പ്രസവിക്കുന്നു. കുല്ലു ദാത്തി ഹംലിൻ, കുല്ലു എല്ലാ, ദാത്തി ഹംലിൻ, ദാത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളവൾ എന്നർത്ഥം. ദാത്ത് പറഞ്ഞാൽ ഉള്ളവൾ, ഹംല് എന്ന് പറഞ്ഞാലോ ഗർഭം. ദാത്ത് ഹംല് എന്ന് പറഞ്ഞാൽ ഗർഭമുള്ളവൾ. കുല്ലു ദാത്തി ഹംലിൻ, ഗർഭമുള്ള എല്ലാ സ്ത്രീകളും എന്ത് ചെയ്യും? തദഉ ഹംലഹ, തദഉ പ്രസവിക്കും, ഹംലഹ അവളുടെ ഗർഭം. അപ്പോൾ ഗർഭത്തിലുള്ള കുട്ടികൾ അതിൻ്റെ പ്രായമാകുന്നതിന് മുമ്പ്, മാസം തികയുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ചാപ്പിള്ളയായിട്ട് ആ സമയത്ത് പ്രസവിക്കുമാറ് ഭയം തോന്നുന്ന ദിവസം. പിന്നെയോ വതറന്നാസ, തറ നിനക്ക് കാണാം, അന്നാസ മനുഷ്യരെ, സുകാറ, സക്കർ എന്ന് പറഞ്ഞാൽ കുല്ലു മുസ്കിരിൻ ഹറാമുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം എന്താണ്? കുടിയന്മാർ. സക്കറ എന്ന് പറഞ്ഞാൽ, സക്രാന് എന്ന് പറഞ്ഞാൽ മത്ത് പിടിച്ചവൻ, ലഹരി പിടിച്ചവൻ എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് സുക്കാറ എന്ന് വരുന്നത്. അല്ലേ? അപ്പൊ സുക്കാറ എന്ന് പറഞ്ഞാൽ ലഹരി ബാധിച്ചവനായി നിനക്ക് മനുഷ്യരെ കാണാം. തറ നീ കാണുന്നു, അന്നാസ മനുഷ്യരെ, സുക്കാറ ലഹരി ബാധിച്ചവരായിക്കൊണ്ട്. വമാഹും പക്ഷെ അവരല്ല, മാ എന്നിവിടെ ല എന്നുള്ള അർത്ഥത്തിലാണ്. മാഹും അവരല്ല, ബിസുക്കാറ അവർ സത്യത്തിൽ എന്തല്ല, ലഹരി ബാധിച്ചവരൊന്നല്ല. മറിച്ച് പിന്നെ എന്താ പ്രശ്നം? വലാകിന്ന പക്ഷേ അദാബല്ലാഹി അള്ളാഹുവിൻ്റെ ശിക്ഷ ശദീദുൻ ശക്തിയുള്ളതാകുന്നു, കഠിനമാകുന്നു എന്ന്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ശിക്ഷ കഠിനമാണ്. അതുകൊണ്ട് ആ ദിവസത്തിൻ്റെ ഭയാനകത കാരണം എന്ത് ചെയ്യുന്നു? ആളുകളൊക്കെ പേടിച്ചു വരക്കുന്ന ഒരു ദിവസമാണ് ഖിയാമത്ത് നാൾ. അതുകൊണ്ട് നിങ്ങൾ അതിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തഖു എന്നുള്ളത് നമ്മൾ പറഞ്ഞു, സംരക്ഷണം, വഖ എന്നുള്ളതിൽ നിന്ന് വരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിക്കാനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
തഖ്വ എന്നുള്ളതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. സംരക്ഷണം അല്ലെങ്കിൽ സൂക്ഷിക്കുക, അതുപോലെ തന്നെ ഭയഭക്തി എന്നുള്ളതൊക്കെ. ശർഈ ആയിട്ട് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെ സ്വീകരിക്കുകയും വിരോധിച്ച കാര്യങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, തഖ്വ എന്ന് ഇസ്ലാമിൽ സൂചിപ്പിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഭാഷാപരമായിട്ടുള്ള അർത്ഥവും ഇസ്ലാമിലെ അർത്ഥവും തമ്മിലുള്ള വ്യത്യാസം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഭാഷയിൽ സ്വലാത്ത് എന്ന പ്രാർത്ഥനയാണ്. ഇസ്ലാമിൽ സ്വലാത്ത് പറഞ്ഞാലോ നിസ്കാരമാണ്. സക്കാത്ത് പറഞ്ഞാൽ ഭാഷയിൽ എന്താ? ശുദ്ധീകരണം എന്നാണ്. ശർഈൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദാനധർമ്മം എന്നുള്ള അർത്ഥത്തിലാണ്. റബ്ബ് എന്നുള്ള പദം പറഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞിരുന്നത്. റബ്ബ് പറഞ്ഞ ഭാഷയിൽ രക്ഷിതാവ് എന്നർത്ഥം. ആ അർത്ഥത്തിൽ ഗൃഹനാഥനെ റബ്ബുൽ ബൈത്ത് എന്ന് പറയാം. റബ്ബത്തുൽ ബൈത്ത് പറഞ്ഞ ഗൃഹനായിക എന്നാണ് അർത്ഥം. പക്ഷേ ഇസ്ലാമിൽ റബ്ബ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? ഖാലിഖും മാലിക്കും മുദബ്ബിറുമായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തഖ്വ എന്ന് പറയുമ്പോൾ ഭാഷയിൽ ഭയഭക്തി, സൂക്ഷ്മത എന്നുള്ള അർത്ഥത്തിൽ. ഇസ്ലാമിലെ ശർഈലേക്ക് വരുമ്പം ഇത്തഖു എന്ന് പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കുകയും അള്ളാഹു നിങ്ങളോട് വിരോധിച്ച കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കുകയും ചെയ്യണേ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും. അപ്പം അതിൻ്റെ ഒരു ഗൗരവം എന്ന് പറഞ്ഞാൽ ഈ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം ഇതൊന്ന് വായിച്ചു നോക്കിയാണ്. മനുഷ്യരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയാണ് ഇത്തഖൂ റബ്ബക്കും. ഇത് രണ്ട് വേർഡേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞതിൻ്റെ ശർഈലുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അർത്ഥം കൂട്ടി വായിച്ചു നോക്കിയാണ്. നിങ്ങളുടെ രക്ഷിതാവ് അഥവാ നിങ്ങളെ സൃഷ്ടിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പടച്ചുണ്ടാക്കിയിട്ട് നിങ്ങളെ മൊത്തത്തിൽ ഉടമപ്പെടുത്തുന്ന, നിങ്ങൾക്ക് ആവശ്യമുള്ള സർവ്വതും തന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാവ് നിങ്ങളോട് പറയുന്നു ഇത്തഖൂ. അവൻ കൽപ്പിച്ച കാര്യങ്ങളെ മുഴുവൻ നിങ്ങൾ സ്വീകരിക്കുകയും അവൻ വിരോധിച്ചവയെ നിങ്ങൾ ഒഴിവാക്കി കളയുകയും ചെയ്യണം മനുഷ്യരെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുന്നത്. എന്നിട്ട് എന്താണ് പറയുന്നത്? വെറുതെ പറയല്ല, അതിന് ശേഷം പറയാനുള്ള വളരെ ഗൗരവമുള്ള ഒരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്താ? ഇന്ന, തീർച്ചയായും. ഈ ഇന്ന എന്നുള്ളതും അറബി ഭാഷയിൽ ഒരു കാര്യത്തെ ഉറപ്പിച്ച് പറയാനാണ് കൊണ്ടുവരിക. എപ്പോഴും നമ്മൾ തീർച്ചയായും എന്ന് പറയില്ലല്ലോ. ഒരു കാര്യത്തെക്കുറിച്ച് ആളുകൾ സംശയത്തിൽ അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധയില്ലാതെ നിൽക്കുന്ന സമയത്തായിട്ട് നമ്മൾ പറയാം ഉറപ്പായിട്ടും അങ്ങനെ തന്നെയുണ്ടോ, തീർച്ചയായും എന്ന് നമ്മൾ അവിടെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇന്ന, തീർച്ചയായും, അവസാനത്തെ പ്രകമ്പനം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതെന്താണ്? വളരെ ഗൗരവമുള്ള വമ്പിച്ച ഒരു വിഷയം തന്നെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ തഖ്വയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്തിൽ തന്നെ 3 പ്രാവശ്യം പറയുന്നുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അവനുള്ള പ്രയാസത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കും, എക്സിറ്റ് കാണിച്ചു കൊടുക്കും. മഖ്റജ എന്നാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രശ്നങ്ങളിൽ എളുപ്പം കാണിച്ചു കൊടുക്കും. യുസ്റ എന്നുള്ളത് യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയുഅസിം ലഹു അജ്റ. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തെറ്റുകളെ പുറത്തു കൊടുക്കും. കഫറ, അതിനെ മായ്ച്ചു കളയും. പുറത്തു കൊടുക്കുന്നല്ല, കഫറ എന്ന് പറയും, മായ്ച്ചു കളയും. പിന്നെയോ വയുഅസിം ലഹു അജ്റ, അവൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ചതാക്കി കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ തഖ്വയുടെ നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ ഒറ്റ സൂറത്തിൽ തന്നെ എടുത്തു പറഞ്ഞ വിഷയങ്ങളാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീമുൻ. ഇവിടെ സൽസലത്ത് എന്നുള്ളത് ഖിയാമത്ത് നാൾ സംഭവിച്ചതിന് ശേഷമുള്ളതല്ല, അതിന് മുമ്പുള്ളതാണ്. അതായത് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട അവസാനമായിട്ട് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഭൂമി പ്രകമ്പനം കൊള്ളുന്നതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്താ തെളിവ്? ഖിയാമത്ത് നാൾ സംഭവിച്ചതിന് ശേഷം പിന്നെ പ്രസവം ധരിച്ച സ്ത്രീകളും പാൽ കൊടുക്കുന്നവരും ഇല്ലല്ലോ, അതപ്പോഴാണ്, അതിൻ്റെ മുമ്പാണ്. അപ്പോൾ ആ ഒരു ഭയാനകമായ അവസ്ഥ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇത് കാണുമ്പോഴുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. എന്ത്? യൗമ തറൗനഹ, നിങ്ങളതിനെ കാണുന്ന സാഹചര്യം, ദിവസം.
തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്. പാല് കൊടുക്കുന്ന ഒരു സ്ത്രീ പാല് കൊടുക്കുന്ന തൻ്റെ കുട്ടിയെ കുറിച്ച് പോലും അശ്രദ്ധരാകുന്ന ദിവസമാണ് ഖിയാമത്ത് നാള് എങ്കിൽ അതിൽ വേറൊരു സൂചനയും കൂടി എന്താ, ഇതിനേക്കാൾ വലുതാണ് ഇനി വരാൻ കിടക്കുന്നത്. ഖിയാമത്ത് നാള് തന്നെ എങ്ങനെയാണെങ്കിൽ ഇതിന് ശേഷം വരാനിരിക്കുന്ന ലോകം ഇതിനേക്കാൾ ഭയാനകമാണ് മനുഷ്യ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു മഫ്ഹൂം മുഖാലഫ, ഇതിൻ്റെ ഒരു മറുഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഷയം. തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്. ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം എടുത്തിട്ട് പറയുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വിഷയം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മിനിയാന്ന് നീംസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തൊരു കുട്ടിയുടെ ഒരു ഉമ്മയുടെ ഒരു വാർത്താ ചാനലിൽ അതിൻ്റെ ഒരു ശകലം അങ്ങനെ കണ്ടിരുന്നു. അതായത് കണ്ട ഡോക്ടേഴ്സൊക്കെ ഇതിനെ ഒഴിവാക്കുകയാണ് വേണ്ടത്, ഇതൊരിക്കലും ഒരു ആരോഗ്യത്തോടു കൂടി ജനിക്കുകയില്ല എന്ന് വിധി പറഞ്ഞൊരു കുട്ടി. അതിനവസാനം മിംസിലേക്ക് കൊണ്ടുപോവുകയും കുറച്ച് വിദഗ്ധ ചികിത്സകളൊക്കെ ലഭ്യമായി അവസാനം കുട്ടി പൂർണ്ണാരോഗ്യത്തോടു കൂടി ജനിക്കുകയും ചെയ്തതിന് ശേഷം ആ ഉമ്മയോട് ചോദിക്കുമ്പോൾ ഉമ്മ പറയുന്നൊരു വാക്കാണ്, എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ വാവ ജീവനോടെ പുറത്ത് വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്നുള്ളത്. അതൊരു പക്ഷേ എന്നല്ല, എല്ലാ ഉമ്മമാരുടെയും ഉള്ളിലുള്ള വിഷയമാണല്ലോ. ആ വിഷയത്തെ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അങ്ങനത്തെ ഒരു സാഹചര്യം ആണെങ്കിൽ പോലും അശ്രദ്ധയിൽ പെട്ടുപോകും. കാരണം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നുകയില്ല. സ്വന്തം ജീവൻ എന്ന് അവിടെ നിന്ന് ചിന്തിച്ചു തുടങ്ങും. പരലോകത്തെത്തുമ്പോഴുള്ള അവസ്ഥ കുറച്ചും കൂടി ഭയാനകമാണല്ലോ. സൂറത്ത് അബസയിലൊക്കെ പറയുന്നുണ്ട്, അവിടെ വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജിഹി എന്ന് സൂറത്തുൽ മആരിജിലും സൂറത്ത് ഹാഖയിലും പറയുന്നു. മആരിജോ ഹാഖയോ, അതായത് ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരെയും, അതിന് സ്വന്തം മോനാണെങ്കിലും സ്വന്തം മോളാണെങ്കിലും സ്വന്തം കുഞ്ഞു വാവയാണെങ്കിലും ബാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആരാണെങ്കിലും പകരം കൊടുത്തിട്ടാണെങ്കിലും റബ്ബേ എന്നെ മാത്രം രക്ഷിക്കോ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് ഇതിന് ശേഷം വരാനുള്ളത്. അതിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ത്രീകളും ഏതെങ്കിലും ഒരു റെയറായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും നടക്കുന്ന ഒരു ചെറിയ ഒരു സംഭവത്തെക്കുറിച്ച് പറയല്ല, മൊത്തത്തിൽ ആ ഒരു അവസ്ഥയിലുള്ള പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ടോ എല്ലാവരും, അതിനാണ് കുല്ലു എന്നുള്ള പദം അവിടെ ഉപയോഗിക്കുന്നത്. കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ദാതിൻ ഹംലിൻ ഹംലഹാ. അതുപോലെ തന്നെ ആ ഒരു ദിവസത്തിൻ്റെ ഭയാനകത കാരണം എന്ത് ചെയ്യും, ഈ സൽസലത്തിൻ്റെ ഭയാനകത കാരണം, ആ പ്രകമ്പനത്തിൻ്റെ അത് കണ്ടിട്ടുള്ള പേടി കാരണം പ്രായം തികയാത്ത ഗർഭമെല്ലാം ആ സമയത്ത് എന്ത് ചെയ്യും, പ്രസവിക്കപ്പെടും. വതറന്നാസ സുകാറ, ആളുകളെ കാണുമ്പോൾ ആകെ അന്തം വിട്ട് ബേജാറായി മണ്ടുന്ന പോലെ ആയിരിക്കും. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത്, ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത്, ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്ന സമയത്തുള്ള വീഡിയോസൊക്കെ കുറേ നമ്മൾ കണ്ടതല്ലേ. ഈ സമയത്ത് എന്താണ്, വേറെ ഒന്നിനെ കുറിച്ച് ചിന്തയല്ലല്ലോ, സ്വന്തം വിഷയം ഓടാണ്, മണ്ടാണ്. അപ്പം കണ്ടാൽ എന്താണ്, ഒരു ലഹരി ബാധിച്ചവനെ പോലെ ഈ ഒരു ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ചെറിയ ചില വിഷയങ്ങളെക്കുറിച്ച്, പരീക്ഷണങ്ങളോ ശിക്ഷയോ എന്ത് തന്നെയാണെങ്കിലും അത് കാണുമ്പോഴുള്ള മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അവസാനത്തതാണ്, ഭൂമി മുഴുവനുള്ള വിഷയമാണ്, ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള വിഷയം മാത്രമല്ല. ഇത് മൊത്തം കാണുന്ന സമയത്ത് മനുഷ്യനെ വതറന്നാസ സുകാറ, ആളുകളെ മത്ത് ബാധിച്ചതായിട്ട് നിനക്ക് കാണാം. വമാഹും ബിസുകാറ, പക്ഷേ അത് മത്ത് ബാധിച്ചത് കൊണ്ടോ ലഹരി ബാധിച്ചുകൊണ്ടൊന്നും അല്ല. വലാകിന്ന, പക്ഷേ അദാബല്ലാഹി ശദീദുൻ, അള്ളാഹുവിൻ്റെ ശിക്ഷ എന്താണ്, അതിഭയാനകമാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയോടുള്ള ഇതന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി ഇതിനെക്കുറിച്ച് ഇതിന് ശേഷം വരുന്ന ശിക്ഷയും അതുപോലെ തന്നെ സംഭവ വികാസങ്ങളൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ബേജാറ് കാരണം മനുഷ്യൻ്റെ എല്ലാ സ്വബോധവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്, നമുക്ക് മുന്നറിയിപ്പ് തരാണ്. ഇതിൽ വലിയ പാഠങ്ങൾ നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇത്ര ഗൗരവത്തോടു കൂടി ഒരു സൂറത്ത് ആരംഭിക്കുമ്പോൾ തന്നെ അല്ലെ, ബിസ്മി ചൊല്ലിട്ട് നേരെ കേൾക്കുന്നതല്ലേ, യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോളൂ, ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സഅതി ശൈഉൻ അദീം. അള്ളാഹുവിൻ്റെ ആ അവസാനത്തെ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ അത് പേടിക്കേണ്ട വിഷയം തന്നെ, വമ്പിച്ചൊരു പേടിപ്പിക്കുന്ന ഭയാനകമായ ഒരു വിഷയം തന്നെയാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്, പാല് കൊടുക്കുന്ന എല്ലാ സ്ത്രീകളും അവരുടെ കുട്ടികളെ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അശ്രദ്ധരാകുന്ന, വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, തൻ്റെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിനെ പ്രായം തികയാതെ
പ്രസവിച്ചു പോകുന്ന പേടി നിമിത്തം, ഭയം നിമിത്തം പ്രസവിച്ചു പോകുന്ന വമാഹും വതറന്നാസ സുകാറ വമാഹും ബിസുകാറ, അതുപോലെ തന്നെ ആളുകളെ ലഹരി ബാധിച്ചവനായി നിനക്ക് കാണാം, പക്ഷേ ലഹരി ബാധിച്ചിട്ടൊന്നല്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, മറിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷ എന്താണ്? അതിഭയാനകമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളോട് കൽപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് മക്കിയായിട്ടുള്ള സൂറത്താണ്. പക്ഷേ ഇതിൽ മദനി ആയിട്ടുള്ള ചില ആഴ്ചകളുണ്ട്. ഇത് മിക്സഡ് ആയിട്ടാണ്. ഭൂരിഭാഗം ആഴ്ചകളും മക്കിയായിട്ടുള്ളതും പിന്നെ കുറച്ച് ആഴ്ചകൾ മദനി ആയിട്ടുള്ളതുമാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്നാണ് ഈ സൂറത്തിൻ്റെ അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഇതിൻ്റെ തഫ്സീറിൽ ആദ്യത്തിൽ തന്നെ അത് സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നല്ല, ഏത് സൂറത്തും തുടങ്ങുന്ന സമയത്ത് മുഫസ്സിറുകളൊക്കെ ആദ്യം പറയും ഇത് മക്കിയാണോ മദനിയാണോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മനസ്സിലാക്കുമ്പോൾ ഈ സൂറത്തിന് ഭയങ്കര ഇതുണ്ട്. കാരണം ഇത് ആരോടാണ് ഫസ്റ്റ് സംസാരിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ. മദനിയായിട്ടുള്ള സൂറത്താണ്, അവിടെയുള്ള മുസ്ലിങ്ങളോടാണ് പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാര്യം അത് നമ്മളോട് നേരിട്ട് പറയുന്നതാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അവിശ്വാസികളോട് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലും ഇതിനെക്കുറിച്ചൊക്കെ അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? ഒമിനന്നാസി മൻ യുജാദിലു ഫില്ലാ, മനുഷ്യരിൽ ഇന്നും നിനക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ വിഷയത്തിൽ കുറിച്ച് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന. അതുപോലെ തന്നെ ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ, വയത്തബിഉ കുല്ല ശൈത്വാനിൻ മരീദ്, അടുത്ത ആയത്തിൽ അറിവില്ലാതെ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇത് ആരോടാ സംസാരിക്കുന്നത് എന്നുള്ളത് കണക്റ്റ് ആകുമ്പോൾ, അതുപോലെ തന്നെ ഇത് എവിടെ അവതരിച്ചു, ആരാണ്, ഇതിൻ്റെ അസ്ബാബുൻ നുസൂൽ വരുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ ഉലൂമുൽ ഖുർആനിൽ നമുക്ക് കാണാം ഓരോ വിഷയം ഏത് സന്ദർഭത്തിലാണ് അവതരിച്ചത് എന്നുള്ളത് കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് അതിൻ്റെ കണക്ഷൻ കിട്ടുക. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഖസസിലാണ്. ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ് എന്നാണ്. അതായത് ഏതൊരുവനാണോ നിനക്ക് ഖുർആൻ നിയമമാക്കി തന്നത് അവൻ നിന്നെ മടക്കസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതാണ് അർത്ഥം. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് അല്ല ഇത് എവിടെ അവതരിച്ചതാണ്, ഏത് സാഹചര്യത്തിൽ അവതരിച്ചതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുക. കാരണം എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോവാണ്. മക്കയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നബി തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇന്നവിടുന്ന് നാട്ടുകാർ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ അവിടുന്ന് പുറത്ത് പോകില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസങ്ങളോളം അവിടെ ഗുഹയിൽ വസിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് പോവുക. ജുഹ്ഫയിൽ എത്തുന്ന സമയത്ത് നബിക്ക് ഭയങ്കര മനപ്രയാസം, സ്വന്തം നാട് വിട്ടു പോകുന്നതിൻ്റെ, ദേശപരിത്യാഗം ചെയ്യുന്നതിൻ്റെ ഒരു പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫീൽ ചെയ്യുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിട്ടുകൊടുത്തിട്ട് ഈ ആയത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്, നിനക്ക് ഖുർആൻ നിയമമാക്കി തന്നവൻ നിന്നെ നാട്ടിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ഈ ആയത്ത് മനസ്സിലാക്കുന്ന പോലെയല്ല അതിനെ കേവല അർത്ഥം നമ്മൾ വായിക്കുമ്പോൾ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ആയത്തിൻ്റെയും അതിൻ്റെ അസ്ബാബുൻ നുസൂലും അത് മക്കിയാണോ മദനി ആയിട്ടുള്ള ഭയങ്കര കണക്ഷൻ ഉണ്ട് അതിൻ്റെ തഫ്സീറുമായിട്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം, ഗൗരവം കൊടുക്കണം എന്നുള്ളത് കൂടെ സാന്ദർഭികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി പാരായണം ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു തഖൂ റബ്ബക്കും إن زلزلة الساعة شيء عظيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. يوم ترونها تذهل كل مرضعة عما أرضعت يوم ترونها تذهل كل مرضعة عما أرضعت
يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും പഠനവും നമ്മളോട് ചെലവഴിച്ച സമയവുമെല്ലാം നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇഖ്ലാസോട് കൂടി നമ്മൾ ഇരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് എത്ര പ്രതിഫലമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്ന് പോലും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയൂല, കണക്കൂട്ടിയാൽ തീരൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഖുർആനിലെ അലിഫ് ലാം മീം എന്നുള്ള ഒറ്റ അക്ഷരമല്ല, 3 അക്ഷരമാണ്. ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരും. നമ്മൾ ഈ ഒരു ആയത്തുകൾ 10 പ്രാവശ്യം പാരായണം ചെയ്തു. ഇത് ഓതുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് കിട്ടുന്ന കൂലിയെക്കുറിച്ച് പോലും സത്യത്തിൽ നമുക്ക് കണക്കൂട്ടിയാൽ പോലും കിട്ടൂല. അപ്പോൾ ഇഖ്ലാസോട് കൂടി നമ്മളൊരു ക്ലാസ്സിൽ പങ്കെടുത്താൽ തന്നെ അതിൻ്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പഠിപ്പിച്ചെന്ന് വേറെയും ഒരുപാട് കൂലികൾ, പിന്നെ പ്രതിഫലങ്ങൾ നമുക്ക് വേണ്ടി മലക്കുകളും അതുപോലെ ഭൂമിയിലുള്ള സർവ്വം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ കിട്ടും. ഒരു ക്ലാസ്സിൽ നമുക്ക് പങ്കെടുത്താൽ അൽഹംദുലില്ലാഹ്. അത് 3 അക്ഷരങ്ങളാണ്. അലിഫ് ലാം മീം. 3 ഹർഫുണ്ട് പറഞ്ഞാൽ അല്ല, ഹർക്കത്തല്ല, ഹർഫ് എന്നാണ് പറഞ്ഞത്. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഇഖ്ലാസോട് കൂടി വേണം എത്ര കുറച്ച് സമയമാണെങ്കിലും ഇരിക്കുന്ന എന്നുകൂടെ സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം കാരണം അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാനുള്ള ഒരു കാരണമായിട്ടും ഇൽമിൻ്റെ മജ്ലിസുകൾ ആക്കി തീർക്കുമാറാകട്ടെ. പരലോകത്തെ അവസ്ഥയും അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് സൂറത്തുകൾ, പരിശുദ്ധ ഖുർആൻ്റെ 3-1 തന്നെ സംസാരിക്കുന്നത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്, ബഅസിനെ കുറിച്ചാണ്. അതിനെ ഗൗരവം ഇത്രയധികം സൂചിപ്പിച്ചിട്ടും അത് മനസ്സിലാകാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്നവരാണ് ഭൂമിയിലധികവും. അവിടെ അതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർ നമ്മൾ ഉൾപ്പെട്ടു എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം രുചിക്കുന്നത് വരെ ആ ഒരു അവസ്ഥയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഖബറിനെയും അതുപോലെ തന്നെ പരലോകത്തെയും നരകത്തെയും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൽക്കർമ്മങ്ങളാൽ നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. ശാരീരികമായും സാമ്പത്തികമായും മാനസികമായൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി തരുമാറാകട്ടെ, ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് തന്നെ പൂർണ്ണാരോഗ്യത്തോടു കൂടി ദഅവ സംരംഭങ്ങളിൽ സജീവമായിട്ട് ഇറങ്ങുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت التواب الرحيم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا